നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് വരുന്ന ജൂലൈ 30-ന് 2 വർഷം തികയുകയാണ്. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മ പുതുക്കി മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുത്തുമലയിലെ ഹൃദയഭൂമി പൊതുശ്മശാനത്തിൽ സർവമത പ്രാർത്ഥന സംഘടിപ്പിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പൊതുശ്മശാനം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജൂലൈ 30-ന് നടക്കുന്ന സർവമത പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായാണ് പുത്തുമലയിലെ ഹൃദയഭൂമി പൊതുശ്മശാനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ദുരന്തത്തിൽ മരണമടഞ്ഞവർ അന്തിയുറങ്ങുന്നയിടത്ത് സ്നേഹാദരവുകൾ അർപ്പിക്കുന്നതിനായി വിവിധ സംഘടനകൾ വ്യത്യാസങ്ങൾ മറന്ന് കൈകോർത്തു. ഈ വരുന്ന 2026 ജൂലൈ 30 ആകുമ്പോഴേക്കും നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരിതം നടന്നിട്ട് 2 വർഷം തികയാണ്. അതിനു മുന്നോടിയായി മേപ്പാടി പഞ്ചായത്ത് വൈക്കാടിന്റെ കീഴിൽ ഈ പൊതുശ്മശാനം പരിസരവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രാവിലെ മുതലുള്ള എല്ലാ വൈക്കാടങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ 30-ാം തീയതി ഓർമ്മ പുതുക്കുന്ന വേളയിൽ കുടുംബാംഗങ്ങൾ ഇവിടെ കടന്നു വരുമ്പം ഈ പരിസരം വൃത്തിയായിരിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് കണ്ടിട്ടുള്ളത്. യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ്, ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്, VSS സൂചിപ്പാറ എന്നീ സംഘടനകളും മരണപ്പെട്ടവരുടെ ഉറ്റവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പൊതുശ്മശാനവും പരിസരവും വൃത്തിയാക്കി ചടങ്ങിനായി സജ്ജമാക്കുകയാണിവർ. മന്ത്രിമാർ, ജില്ലാ കലക്ടർ, വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ദുരന്തബാധിതരുടെ കുടുംബാംഗങ്ങൾ എന്നിങ്ങനെ വലിയ ജനാവലിയുടെ സാന്നിധ്യം സർവമത പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എല്ലാവരെയും വിളിച്ചു, കുടുംബാംഗങ്ങളെല്ലാവരും വിളിച്ച്, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും, മിനിസ്റ്ററും കലക്ടറും എല്ലാ ഭരണസമിതി അംഗങ്ങളും, ജില്ലാ തലത്തിലുള്ളതും ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലുള്ള ഭരണസമിതി അംഗങ്ങളും പ്രദേശവാസികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും വിളിച്ചിട്ട് മതസൗഹാർദ്ദ പ്രാർത്ഥനയും അതുപോലെ തന്നെ പുഷ്പാർച്ചനയൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 2 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഓർമ്മകൾ വയനാടിന്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ജീവനും ജീവിതവും പൊലിഞ്ഞവരുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചും ദുരന്തബാധിതരുടെ വേദന പങ്കിട്ടും നാടൊരുമിച്ച് നിൽക്കുന്ന ദിനമായിരിക്കും ജൂലൈ 30. ന്യൂസ് മലയാളം, വയനാട്.